വള്ളത്തോൾ, ശബ്ദസുന്ദരൻ. മൂന്ന് തലത്തിലുള്ള, മൂന്ന് തലം നമുക്ക് ഒരിക്കലും അവരെ പറയാൻ പറ്റത്തില്ല. മലയാളത്തിന്റെ ഒക്കെ എന്താണെന്ന് പറയുന്നത് മഹാഭാഗ്യങ്ങളിൽ ഒന്നാണ് നമ്മളുടെ കവിത്രയങ്ങൾ എന്നൊക്കെ പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ മലയാള ഭാഷയെ ഇത്രത്തോളം ഉയർത്തിയിരിക്കുന്ന വേറെ ആരൊക്കെയാണ്? ആരാരുമില്ല. കവികളാണോ അതിനകത്ത് ഏറ്റവും വലിയ പ്രാധാന്യം വഹിക്കുന്നത്. നമ്മുടെ ഭാഷയെ ഇത്രത്തോളം ഉയരങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പ്രാധാന്യം വഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മളുടെ കവികൾ തന്നെയാണ്, നമ്മളുടെ കവികളാണ്. ഈ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴാണെങ്കിലും എടുക്കപ്പെടുത്തേനും ഒരു ഭാഷ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഭാഷയോടുള്ള താല്പര്യം വരുത്താനുള്ള കാര്യം വരാനുണ്ടാവുന്ന കാര്യം എന്താണ്? തീർച്ചയായിട്ടും എന്തായിരിക്കാം? നമ്മളുടെ ആ ഒരു ഭാഷയിലുള്ള കൃതികളും കാവ്യങ്ങളും ഒക്കെ കൊണ്ടായിരിക്കാം. അപ്പോഴെന്താണ് നമ്മുടെ മലയാള ഭാഷ ആരോളം ഉയരാനിടയാക്കാൻ ആവാനുള്ള സാഹചര്യം എന്താണ്? നമ്മളുടെ ശ്രേഷ്ഠരായിട്ടുള്ള കവികളാണ്. ആ കവികളുടെ കവിതകളാണ്, ആ കവിതകളുടെ ആ ഒരു രചനകളാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും നല്ല ഇതാകുന്നത്, ഭാഷാ വികാസത്തെ ഏറ്റവും സഹായിക്കുന്നത്. അങ്ങനെ ഒരു കവിയാണ് നമ്മളുടെ കുമാരനാശാൻ. കുമാരനാശാൻ എന്ന് വെച്ചാൽ നമ്മുടെ ആധുനിക കവിത്രയത്തിൽ ഒരാളാണ്. മറ്റാരിക്കാന്ന് പറഞ്ഞു? ആശാൻ ഉള്ളൂർ വള്ളത്തോൾ. ഞാൻ പറഞ്ഞില്ലേ, ആശാൻ ഉള്ളൂർ വള്ളത്തോൾ. ധാരാള ആധുനിക കവിത്രയം. ആധുനിക കവിത്രയമാണ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ. ആശാൻ ആശയഗംഭീരൻ, ഉള്ളൂർ ശബ്ദസുന്ദരൻ. ഉള്ളൂരിന്റെ ഭയങ്കര കഠിനമായിട്ടുള്ള സംസ്കൃത പദങ്ങളാണ് അദ്ദേഹത്തിന്റെ കവിതകൾ കൂടുതലായിട്ട്. വള്ളത്തോൾ ശബ്ദസുന്ദരൻ. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ. ആശാൻ ആശയഗംഭീരൻ. നമ്മുടെ കുമാരനാശന്റെ കൃതികൾ എന്ന് വെച്ചാൽ ആശയങ്ങളുടെ ഗാംഭീര്യമായിട്ടുള്ള ആശയങ്ങളാണ്. നമുക്ക് നിസ്സാരപ്പെട്ട ഒരു വരി വായിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ആശയങ്ങൾ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളുടെയും പ്രത്യേകത. എന്താണ്? ആശയഗംഭീരം. ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം ജനിച്ച വർഷമൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അദ്ദേഹം 1873 അദ്ദേഹം ജനിച്ചത്. 1873 അദ്ദേഹം മരിക്കുന്നത് 1924. 1924 അദ്ദേഹം മരിക്കുന്നത്. ഇതല്ലോ ആധുനിക മഹാകവിത്രയത്തിൽ ഒരാളാണ് അദ്ദേഹം. തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. എവിടാണ്? കായിക്കര. തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. പിന്നെന്താണ്? അദ്ദേഹത്തിന്റെ കാവ്യം എന്താണ്? പരമ്പരാഗത ആ കാവ്യ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കവനചാരി, ഒരു പണ്ട് മുതലേ ഉപയോഗിച്ചു വന്ന ഒരു രീതിയിലുള്ള രചനാ പാഠവമല്ലായിരുന്നു. ഒരു പുതിയ രീതിയിലുള്ള ഒരു കാവ്യ എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. പിന്നെന്താണ്? അങ്ങനെ ആ ഒരു പുതിയ രീതിയിലുള്ള അങ്ങനെയുള്ള കവിത എഴുതി തുടങ്ങി മലയാളത്തിൽ ഒരു പുതിയൊരു ഭാവുകത്വത്തിന് തുടക്കം കുറിച്ച പ്രതിഭയാണ് നമ്മളുടെ കുമാരനാശാൻ. ഓക്കെ, മനസ്സിലായ മക്കളെ? എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നീട് എന്താണ്? ആ ഒരു കാവ്യ ശൈലി, പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു കാവ്യ ശൈലിയിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള കവനശാലിനെ പ്രദർശിപ്പിച്ച് ഒരു പുതിയ രീതിയിലുള്ള കവിത എഴുതാനുള്ള ഒരു രീതി പ്രദർശിപ്പിച്ച് മലയാളത്തിൽ എന്താണ്? പുതിയൊരു ഭാവുകത്വം, ഒരു പുതിയൊരു നിലയിലേക്ക് മലയാള ഭാഷയെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് തുടക്കം കുറിച്ച് ഒരു പ്രതിഭാശാലിയായിരുന്നു നമ്മുടെ കുമാരനാശാൻ. നിങ്ങൾ നോക്കി, അദ്ദേഹത്തിന് വളരെ ഒരു 39-40 വയസ്സിന്റെ ഒരു ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചുരുങ്ങിയ ഒരു ആയുസ് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷെ അദ്ദേഹമൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് മലയാളത്തിലൊക്കെ എന്തുമാത്രം കൃതികൾ നമുക്ക് കിട്ടിയാനേടോ ഒന്ന് ചിന്തിച്ച്. അദ്ദേഹം കുറെ വർഷം കൂടി ജീവിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കൃതികൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ട് പറയുന്ന പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ കവിയാണ് കുമാരനാശാൻ. മഹാകാവ്യം എഴുതിയിട്ടില്ല. ഓക്കെ, നമ്മൾ ഉള്ളൂരിന്റെ
പിന്നെ അദ്ദേഹം എന്താണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ അരുമ ശിഷ്യനായിട്ടാണ് കുമാരനാശാൻ SNDP പ്രവർത്തകൻ സെക്രട്ടറി എന്ന നിലയിലൊക്കെ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ അദ്ദേഹം ചുമതല വഹിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം വിവേകോദയ പത്രത്തിന്റെ പത്രാധിപരായിരുന്നു. ഏതാണ് പത്രത്തിന്റെ പേര്? വിവേകോദയം. അതിന്റെ എന്താണ് പത്രമായിരുന്നു. അതിന്റെ പത്രാധിപരായിരുന്നു അദ്ദേഹം. വിവേകോദയ മാസികയുടെ പത്രാധിപരായിരുന്നു. ഈ വിവേകോദയ മാസിക പത്രാധിപരായിരുന്നു അദ്ദേഹം. നല്ല പത്രാധിപരായിരുന്നു. പിന്നെന്താണ് അദ്ദേഹത്തിന് മലയാളം ഭാഷ കൂടാതെ സംസ്കൃതം, ഇംഗ്ലീഷ്, ബംഗാളി ഭാഷകളിലെല്ലാം അദ്ദേഹത്തിന് വളരെ പ്രാവീണ്യം ഉള്ള ആളായിരുന്നു. പിന്നെന്താണ് അദ്ദേഹത്തിന് വെയിൽസ് രാജകുമാരിൽ നിന്ന് പട്ടം ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബഹുമതി, പട്ടുമളയും എന്താണ് ആ ഒരു സമ്മാനമായിട്ട് വെയിൽസ് രാജകുമാരിൽ നിന്നും ആ ഒരു പട്ടുമളയും ഒക്കെ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് ലഭിക്കുകയുണ്ടായി. പിന്നെന്താണ് അദ്ദേഹത്തിന് പ്രധാന കൃതികൾ പറയുകയാണെങ്കിൽ എന്താണ് വീണ പോകുന്ന അഴിനി, പ്രചോദനം, ലീല, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ടാല, ഭിക്ഷുകി, കരുണ, പിന്നെ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, അത് ഖണ്ഡകാവ്യമാണ് അദ്ദേഹത്തിന്റെ. പിന്നെ പുഷ്പവാടി, മണിമാല, വനമാല, സ്തോത്രകൃതികള്, ബാലരാമായണം, ശ്രീബുദ്ധചരിതം, സൗന്ദര്യ ലഹരി, വിചിത്ര വിജയം, പ്രബോധന ചന്ദ്ര, അങ്ങനെ ഒരുപാട് നാടകങ്ങളും വിവർത്തനങ്ങള്, കാവ്യങ്ങള്, കവിതാ സമാഹാരങ്ങള്, ഖണ്ഡകാവ്യങ്ങളെല്ലാം അദ്ദേഹം ഒരുപാട് രചിച്ചിട്ടുണ്ട്. അപ്പോഴും മഹാകാവ്യം എഴുതിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യങ്ങൾ ഏതൊക്കെയാണോ വീണ പോകുന്ന അഴിനി, ലീല, പ്രചോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ടാല, ഭിക്ഷുകി, കരുണ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, ഇത്രയാണ് അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യങ്ങൾ. അപ്പോൾ ഇത്രയും കൃതികളൊക്കെ എഴുതിയത് കൊണ്ട് അദ്ദേഹത്തിന് മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി എന്നുള്ള ബഹുമതി, ആ ഒരു പട്ടം അദ്ദേഹത്തിന് നൽകുകയാണ്. അപ്പോഴും അദ്ദേഹത്തിന്റെ കവിതകൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കണേ. വീണപ്പൂവ്, നളിനി, ലീല, പ്രചോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ടാല, ഭിക്ഷുകി, കരുണ, ഗ്രാമത്തിലെ കുയിൽ, അതാണ് അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യങ്ങൾ. പിന്നെ പുഷ്പവാടി, മണിമാല, വനമാല, അങ്ങനെ ഒത്തിരി ആയിട്ടുണ്ട്. അപ്പോഴത്തെ അദ്ദേഹത്തിന്റെ എന്താണ് ഖണ്ഡകാവ്യങ്ങളുണ്ട്, കവിതാ സമാഹാരങ്ങളുണ്ട്, വിവർത്തനങ്ങളുണ്ട്, പിന്നെ കാവ്യങ്ങളുണ്ട്, നാടകങ്ങൾ ഏതൊക്കെയാണ്? വിചിത്ര വിജയം, പ്രബോധ ചന്ദ്രോദയം, അങ്ങനെ നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയത്തക്ക പ്രത്യേകത എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കവിതകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് എപ്പോഴും ബഹുമാനീയമായിട്ടുള്ള സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിരുന്നു. സ്ത്രീകളെ ബഹുമാനിക്കുന്ന രീതിയിൽ ബഹുമാനീയരായിട്ടുള്ള ആ ഒരു സ്ഥാനം സ്ത്രീകൾക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹത്തിന്റെ സ്ത്രീകളെ നമ്മൾ എന്താണ് നമുക്ക് തന്നെ ആരാധന തോന്നത്തക്ക രീതിയിലുള്ള സ്ത്രീകളാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. അദ്ദേഹത്തിന്റെ വീണപ്പൂ എന്ന് പറയുന്ന കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ആശയ ഗംഭീരൻ. ഒരു നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടിയിൽ നിന്ന് ഒരു റോസാപ്പൂ പൊഴിഞ്ഞ് തറയിൽ വീഴുകയാണ്. ആ വീട് കിടക്കുന്ന പൂവിനെ കണ്ടിട്ട് എന്താണ് ഒരു മനുഷ്യ ജന്മത്തിന്റെ മൊത്തവും കഥയും അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ വരികൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേനി ശ്രീകോവിലസ്ഥിര അസംശയമിന്നു നിന്റെ ആഭൂതിയെങ്ങ് പുനരെങ്ങു കിടപ്പതോർത്താൻ ലാളിച്ചു പെറ്റലതയൻകൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ കുടങ്ങളിൽ വച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമുണർന്നു മലരേ ദലമർമരങ്ങൾ. എന്താണ് ആ ഒരു പൂവിനെ പറ്റി? ഒരു പൂവ് ഒരു ചെടിയിൽ നിന്ന് നിൽക്കുന്ന ആ ഒരു രാജകുമാരിയായ
പ്രണയത്തിലൊന്നും താല്പര്യമില്ലാതെ സന്യസിക്കാനായിരുന്നു ദിവാകരന് താല്പര്യം. അപ്പോൾ ദിവാകരൻ എന്താണ് സന്യസിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് എന്താണ് നളിനി കുറച്ചുകൂടി വർഷങ്ങൾക്ക് ശേഷം വിവാഹം ആലോചിക്കുകയും വിവാഹം നടക്കുന്ന ഒരു അവസ്ഥയിലാകുമ്പോഴത്തേക്ക് നളിനി വീട് വിട്ട് പോവുകയാണ്. അങ്ങനെ നളിനി വീട് വിട്ടു പോയതിനു ശേഷം എന്താണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും അപ്പോൾ ഒരു സന്യാസി നളിനിയെ രക്ഷപ്പെടുത്തുകയും ഹിമാലയ സാനുക്കളിലുള്ള സന്യാസ കേന്ദ്രത്തിൽ ആശ്രമത്തിൽ നളിനിയെ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ നളിനി അവിടെ വെച്ച് ദിവാകരനെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ ദിവാകരനെ കണ്ടുമുട്ടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ദിവാകരന് നളിനിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോഴെന്താണ് നളിനി പറയുന്നുണ്ട്, എന്താണ് അങ്ങ് പണ്ട് അങ്ങ് സ്നേഹിച്ചിരുന്ന നളിനിയാണ് ഞാൻ എന്ന ആ ഒരു കാര്യം പറയുന്നുണ്ട്. അവരെന്താണ് പറയുന്നത്? പണ്ട് അങ്ങ് ഒരു സമയത്ത് അങ്ങ് സ്നേഹിച്ചിരുന്ന നളിനിയാണ് ഞാനെന്ന് പറയുന്നുണ്ട്. എന്താ ഭവാന് പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ എന്നാണ് അതിൽ പറയുന്നത്. ആ നളിനി സ്വയം ദിവാകരനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കേട്ടോ, ഭവാന് പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ എന്നാണ് ആ നളിനി ദിവാകരനെ സ്വയം പരിചയപ്പെടുത്തുന്നത്. പിന്നെന്താണ് ആ നളിനിയുടെ ആഗ്രഹം എന്ന് വെച്ചാൽ എന്താണ്? വീണ്ടും ദിവാകരനുമായിട്ടുള്ള ഒരു ലൗകിക ജീവിതമല്ല നളിനി ആഗ്രഹിക്കുന്നത്. നളിനി എന്താണ് ആഗ്രഹിക്കുന്നത്? നളിനി ദിവാകരൻ കണ്ടാൽ മാത്രം മതി എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ നളിനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അവർ കാണുകയും പരസ്പരം പരിചയപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം എന്താണ് നളിനിയുടെ ആഗ്രഹം പോലെ ജീവനോട് നേരിട്ട് കണ്ടിട്ട് നളിനിയുടെ ജീവൻ വെടിയുകയാണ് നളിനി. അതുപോലെ തന്നെയാണ് മറ്റൊരു കഥ നമുക്ക് പഠിക്കാൻ. ഇത് നോക്കിയേ, ചണ്ടാല ഭിക്ഷുകി എന്നുള്ള കവിതയാണ് നമ്മൾ ഈ പഠിക്കുന്നത്. ചണ്ടാല ഭിക്ഷുകിക്കകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? നമ്മളുടെ 1873 കാലഘട്ടങ്ങളൊക്കെ ആകുമ്പോഴേക്ക് എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചിരുന്നത്? നമുക്ക് ജാതി വ്യവസ്ഥ ഏറ്റവും കൊടുമ്പിരി കൊണ്ടുനിന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ജാതി വ്യവസ്ഥ. അപ്പോൾ ആ സമയത്താണെങ്കിൽ എന്താണ് ആ സമയത്ത് നമ്മളുടെ ചണ്ടാല ഭിക്ഷുകി എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിക്കാരാണ് ചണ്ടാലർ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു പെൺകുട്ടി ആ പെൺകുട്ടി വെള്ളം കോരിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴെന്താണ് ആ സമയത്ത് ഒരു യോഗി അതുവഴിക്ക് കടന്നു വരുന്നത്. യോഗി കടന്നു വന്നിട്ട് ആ ചണ്ടാല പെൺകുട്ടിയോട് കുറച്ച് ദാഹജലം ആവശ്യപ്പെടുന്നു. കുറച്ച് കുടിവെള്ളം, കുറച്ച് വെള്ളം ചോദിക്കുകയാണ്. വെള്ളം ചോദിക്കുമ്പോഴെന്താണ് ആ പെൺകുട്ടി കൊടുക്കത്തില്ല. അയ്യോ ഞാൻ തരില്ല, ഞാൻ എന്താണ് ഒരു ചണ്ടാല സ്ത്രീയാണ്, എന്റെ കയ്യിൽ നിന്നും അങ്ങ് വെള്ളം വാങ്ങി കുടിക്കരുത്, അത് ജാതിക്ക് അയിത്തം ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ്. അപ്പോഴെന്താണ് ഞാൻ ജാതി ചോദിക്കുന്നില്ല, ഞാൻ സോദരി എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ആ ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന കവിതയിലെ ഒരു ഭാഗമാണ് നമുക്ക് ഈ പഠിക്കാനുള്ള നാം ഒന്ന് എന്ന പാഠഭാഗം വന്നിരിക്കുന്നത്. ചണ്ടാല ഭിക്ഷുകിയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കവിതകൾ ഞാൻ പറഞ്ഞില്ല, സ്ത്രീകളെ എല്ലാം വലിയൊരു തട്ടിലാണ് വെച്ചിരിക്കുന്ന ഒരു മേൽക്കോയ്മയിലാണ് സ്ത്രീകൾ കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹം വെച്ചിരിക്കുന്നത്. വളരെ എന്താണ് ഒരുപാട് ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞ കവിതകളാണ് നമ്മുടെ കുമാരനാശാന്റെ. ചണ്ടാല ഭിക്ഷുകിയാണെങ്കിലും ലീലയാണെങ്കിലും പ്രചോദനമാണെങ്കിലും വീണപ്പൂവാണെങ്കിലും നളിനിയാണെങ്കിലും എല്ലാം കേട്ടോ. നമ്മൾ അദ്ദേഹം കുറെ വർഷം കൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു നമുക്ക് ഒരുപാട് കൃതികൾ നമുക്ക് വീണ്ടും മലയാളത്തിലേക്ക് കിട്ടിയാൽ അല്ലേ. അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണം നോക്കിച്ചാൽ നമ്മുടെ മലയാളത്തിന്റെ ഒരു വലിയ നഷ്ടമാണ് മക്കളെ. ഓക്കെ, അപ്പൊ നമുക്ക് കവിതാ ഭാഗത്തിലേക്ക് കടക്കാം. നാം ഒന്നാണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? കുമാരനാശാൻ. അദ്ദേഹത്തിന്റെ ചണ്ടാല ഭിക്ഷുകി എന്നുള്ള അദ്ദേഹത്തിന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കവിതയിലുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തേത് അത് കുറെ വലിയൊരു ഖണ്ഡകാവ്യമാണ്. അത് കുറെ കഴിഞ്ഞിട്ടുള്ള വരികളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചണ്ടാല ഭിക്ഷുകിക്കകത്ത് ഒരു ഭാഗമാണ് കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി കവിത.
പക്ഷിയായും മൃഗമായും ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞാൽ ജന്തു പക്ഷേ മനുഷ്യനായെന്ന അത്ര നന്നായിട്ട് കൂടുതലൊന്നും ചൊല്ലാൻ എനിക്കറിയില്ല കേട്ടോ മക്കളെ. എന്തായാലും നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നോക്കിക്കേ, ഇന്നലെ ചെയ്തോരബദ്ധം മൂടർ ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിൽ മൂളായിക സമ്മതം രാജൻ. എന്താണ് പറയുന്നത്? ഇന്നലെ ചെയ്തോരബദ്ധം മൂടർ ഇന്നത്തെ ആചാരമാകാം, ഇന്നലെ ചെയ്തോരബദ്ധം മൂടർ ഇന്നത്തെ ആചാരമാകാം. ഇന്നലെ ചെയ്ത എന്താണോ? ഇന്നലെ ചെയ്തോരബദ്ധം മൂടർ ഇന്നത്തെ ആചാരമാകാം. അബദ്ധം എന്ന് വെച്ചാൽ എന്താണോ? അബദ്ധം അബദ്ധം എന്ന് വെച്ചാൽ നമുക്ക് അറിയാതെ സംഭവിച്ചു പോകുന്ന തെറ്റിനെ നമുക്ക് അബദ്ധം എന്ന് പറയാം. അറിയാതെ സംഭവിച്ചു പോകുന്ന തെറ്റിനെയാണ് നമുക്ക് അബദ്ധം എന്ന് പറയാവുന്നത്. നോക്കിയേ, ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർ ഇന്നത്തെ ആചാരമാകാം. മൂഢർ എന്ന് പറയുന്നത് മൂഢർ മൂഢർ മണ്ടന്മാർ, വിഡ്ഢികൾ, മണ്ടന്മാർ മണ്ടന്മാർ ഇല്ലെങ്കിൽ വിഡ്ഢികൾ. കണ്ടോ? അബദ്ധമാണ്. അബദ്ധം എന്ന് വെച്ചാൽ വാക്കിനർത്ഥം എന്നുള്ള അബദ്ധം. അബദ്ധം എന്ന് വെച്ചാൽ അറിയാതെ സംഭവിക്കുന്ന തെറ്റാണ് അബദ്ധം. അറിയാതെ സംഭവിക്കുന്ന തെറ്റ്, അറിയാതെ സംഭവിക്കുന്ന തെറ്റാണ് അറിയാതെ സംഭവിക്കുന്ന തെറ്റ്. അതാണ് അബദ്ധം എന്ന് പറയുന്നത്. അപ്പോഴെന്താണ്? ഇന്നലെ ചെയ്തോരബദ്ധം തുടർ ഇന്നത്തെ ആചാരമാകാം. ആചാരം എന്ന് വെച്ചാൽ നമ്മൾ എന്തോട് പറയുന്നത്? നമ്മള് പണ്ട് മുതലേ ആചരിച്ചു വരുന്ന കാര്യങ്ങളാണ് ആചാരം. അതായത് പ്രവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം. ആചാരം എന്ന് പറയുന്നത് പ്രവൃത്തി എന്ന് നമുക്ക് പറയാം. ആചാരം പ്രവൃത്തി. ആ പ്രവൃത്തി എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്ന ഒരു ആചാരം. നമ്മൾ പണ്ട് മുതലേ നമ്മൾ ആചരിച്ചു കൊണ്ടുവരും, നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് ആചാരം. അപ്പോഴെന്താണ്? നോക്കിയേ, ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർ ഇന്നത്തെ ആചാരമാകാം. നമുക്ക് പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവൃത്തി എന്താണത്? എങ്ങനെയുള്ള പ്രവൃത്തിയാണ്? അബദ്ധമാണ്. ഇന്നലെ ചെയ്ത ഒരു അബദ്ധമാണ്. ഇന്നലെ നമ്മൾ ചെയ്ത ഒരു അബദ്ധമാണ്, ഒരു തെറ്റാണ്. ആ തെറ്റ് എന്താകാം? ഇന്നത്തെ ഒരു ആചാരമാകാം. ഇന്ന് നമ്മളുടെ ഒരു ആചാരമായിട്ട് അതാകാം. ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർ ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിൽ മൂളായിക സമ്മതം രാജൻ. എന്താണ്? നാളത്തെ ആ വർഷങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു അബദ്ധത്തിലൂടെ വന്ന ഒരു ആചാരമുണ്ടല്ലോ, ആ ആചാരം എന്താണ്? നാളത്തെ ശാസ്ത്രമതാകാം. ഒരുപക്ഷെ നാളത്തെ ശാസ്ത്രം എല്ലാവരും പറയുന്നത് എന്താണ്? ആ ഒരു ശാസ്ത്രം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമായി പോവുകയാണ്. പണ്ട് സംഭവിച്ച അബദ്ധമാണ്, ആർക്കോ വിഡ്ഢികൾക്ക് സംഭവിച്ച ഒരു അബദ്ധം നാളത്തെ ആചാരമായി പോവുകയാണ്. എന്നിട്ട് എന്താണ്? ഇന്നത്തെ ആചാരമാണ്. ആ ഇന്നത്തെ ആചാരം എന്ന് പറയുന്നത് എന്താണ്? നാളത്തെ ശാസ്ത്രമാണ്. ഇന്നത്തെ ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നാളത്തെ ഒരു ശാസ്ത്രമായി പോവുകയാണ്. അതിൽ മൂളായിക സമ്മതം രാജൻ. മൂളായിക എന്ന് വെച്ചാൽ മൂളരുത്, സമ്മതം മൂളരുത്. മൂളായിക മൂളരുത്, സമ്മതം, അതിന് സമ്മതം കൊടുക്കരുതെന്ന്. സമ്മതം രാജൻ, രാജാവിനോടാണ് പറയുന്നത്. അതിൽ മൂളായിക സമ്മതം രാജൻ. ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർ ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിൽ മൂളായിക സമ്മതം രാജൻ. അപ്പോഴെന്താണ്? ഇന്നലെ സംഭവിച്ചു പോയിരിക്കുന്ന ഒരു അബദ്ധം ആർക്ക് സംഭവിച്ചതോ? വിഡ്ഢികൾക്ക് സംഭവിച്ച ആ ഒരു അബദ്ധം എന്താകണമെന്ന ആ അബദ്ധം ഇന്നത്തെ ആചാരമായിട്ട് വരികയാണ്. ഇന്നത്തെ ആചാരമാവുകയാണ്. ആ ആചാരം എന്താണ്? നാളത്തെ ശാസ്ത്രമാവുകയാണ്.
ശാസ്ത്രമാകാൻ വേണ്ടിയിട്ട് ആരെ അനുവദിക്കരുതെന്നാണ് പറയുന്നത്? അതിന് ആരാണ് സമ്മതം കൊടുക്കരുതെന്ന് പറയുന്നത്? രാജാവേ. രാജാവ് അതിന് സമ്മതം കൊടുക്കരുതെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഒരു കവിതാഭാഗം നോക്കിയ ഏതാണ് കവിത? ചണ്ടാല ഭിക്ഷുകിയാണ് കവിത. ചണ്ടാല ഭിക്ഷുകി. ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ജാതി വ്യവസ്ഥയൊക്കെ കുടുംബിക്കൊണ്ടിരുന്ന സമയത്ത് അല്ലേ, തൊട്ടുകൂടാത്തവർ, തീണ്ടി കൂടാത്തവർ, ദൃഷ്ടിയിൽ കണ്ടാലും ദോഷമുള്ളോ, അതാണ് ആ ഒരു ജാതി വ്യവസ്ഥ. അപ്പോഴെന്താണ് ഒരു ചണ്ടാല ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വാങ്ങി കുടിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്ന ഒരു സമയമായിരുന്നു, ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആ സമയത്ത് ആ ചണ്ടാല ഭിക്ഷുകിയുടെ ഭാഗങ്ങളാണിത്. അപ്പോഴെന്താണ് അങ്ങനെ ഒരു അബദ്ധം എന്തായിരിക്കാം? ഒരു എന്താണ് ഈശ്വരൻ സൃഷ്ടിച്ച ജനങ്ങളാണ്, എല്ലാവരും ഒന്നുപോലെയാണ്. അങ്ങനെയുള്ളിടത്ത് ജാതി വ്യവസ്ഥ കൊണ്ടുവച്ചിട്ട് അതിനകത്ത് വലിപ്പ ചെറുപ്പം നോക്കേണ്ടുന്ന കാര്യമുണ്ടോടോ? ഇല്ല. അതാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അന്ന് മുതൽ ആചരിച്ചു എന്താണ് അപ്പോഴെന്താണ് ഒരു സമയത്ത് ജാതി വ്യവസ്ഥയൊക്കെ നിലനിന്ന സമയത്ത് താഴ്ന്ന ജാതിക്കാര് ഒരു സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ ഉയർന്ന ജാതിക്കാർ വന്നാൽ എന്താണ് അവര് ഓച്ഛാനിച്ച് മാറി നിൽക്കണം. അങ്ങനൊരു സാമൂഹിക വ്യവസ്ഥ നമുക്കിവിടെ ഉണ്ടായിരുന്നു. പിന്നെന്താണ് സ്ത്രീകൾ മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനാചാരങ്ങൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ, ഇത് വേറെ പോലെ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന കാര്യങ്ങളാണ്. പിന്നെന്താണ് നമുക്ക് ക്ഷേത്രങ്ങളിൽ കയറാനുള്ള അവകാശമില്ലായിരുന്നു. അതും ബ്രാഹ്മണന്മാരുടെയും ക്ഷത്രിയന്മാരുടെയും മാത്രമായിട്ടുള്ള അവരുടെ സ്വത്ത് മാത്രമായിരുന്നു, അവർക്ക് മാത്രമായിരുന്നു അതിനുള്ള അവകാശം. നമ്മൾക്കൊന്നും അതിനുള്ള അവകാശം ഇല്ലായിരുന്നു. പിന്നെന്താണ് അങ്ങനെ എന്താണ് സ്പർശിക്കാൻ പോലും പാടില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴെന്താണ് അത് എന്ന് മുതലാണോ ആരംഭിച്ചത്? ആ ജാതി വ്യവസ്ഥയും കാര്യങ്ങളൊന്നും ആരംഭിച്ചതെന്താണ് എന്നോ ചെയ്ത ഒരു അബദ്ധമാണ്. ആർക്കോ സംഭവിച്ച ഏതോ ഒരു മണ്ടന്, ഏതോ ഒരു വിഡ്ഢിക്ക് സംഭവിച്ച ഒരു അബദ്ധമാണ്, ഒരു തെറ്റാണ്. അങ്ങനെ ഒരു അബദ്ധം എന്താണ്, അങ്ങനെ ഉള്ള ഒരു അബദ്ധം എന്തായിട്ട് മാറി? ആ അബദ്ധം എന്തായിട്ടാണ് മാറുന്നത്? ഇന്നത്തെ ആചാരമായി മാറിക്കഴിഞ്ഞു. ഇന്നത്തെ ആചാരമായി കഴിഞ്ഞു. അത് നാളെ എന്താകും? നാളത്തെ ശാസ്ത്രമായി പോകും. അത് അല്ലേ, നാളത്തെ ഒരു ശാസ്ത്രവും അതായി പോകും. അതുകൊണ്ട് എന്താണ് അതിന് രാജാവ് ഒരിക്കലും സമ്മതം മൂളരുത്. മനസ്സിലായോ നിങ്ങളത്? നോക്കിയേ, ഇന്നലെ ചെയ്തൊരബദ്ധം മൂട് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം, അതിൽ മൂളായിക സമ്മതം രാജൻ. ഇത്രയും ക്ലിയർ ആയില്ലോ? നോക്കിയൊന്നൂടെ. ഇന്നലെ ചെയ്തൊരബദ്ധം മൂട് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം, അതിൽ മൂളായിക സമ്മതം രാജൻ. എന്തിനെന്നും എങ്ങോട്ടെന്നും സ്വയം അന്ധ വിവരമില്ലാതെ അന്ധകാര പ്രാന്തരത്തിൽ കഷ്ടം. നോക്കി, എന്തിനെന്നും എങ്ങോട്ടെന്നും സ്വയം അന്ധ വിവരമില്ലാതെ അന്ധകാര പ്രാന്തരത്തിൽ കഷ്ടം. എന്താണ് പറയുന്നത്? എന്തിനെന്നോ എങ്ങോട്ടാണെന്നോ ഉണ്ടോ? എന്തിനെന്നും എങ്ങോട്ടെന്നും സ്വയം ഹന്തം. എന്താണ്? എന്തിനാണെന്നോ എങ്ങോട്ടാണെന്നോ ഉള്ള ഒരു വിവരമില്ലാതെ നമുക്ക് എന്താണ് അതെന്താണ് പറയുന്നത്? സ്വന്തം ഹന്ത, വിവരമില്ലാതെ അന്ധകാര പ്രാന്തരത്തിൽ കഷ്ടം. നമ്മൾക്ക് തന്നെ അറിയാമല്ലോ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്താണ് അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം? അടുത്ത സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അടുത്ത എന്താണ് സംഭവിക്കുന്നത്, ആർക്കാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാനേ പറ്റത്തില്ല. അപ്പോഴെന്താണ് ആ എന്തിനാണെന്നോ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ഭാവി എങ്ങോട്ടാണ്, നമ്മുടെ ഇനിയുള്ള ജീവിതം എങ്ങോട്ടാണ്, അപ്പോഴെങ്ങോട്ടാണെന്നോ അറിയാതെ എന്താണ് നമ്മൾ എന്താണെന്നോ നമുക്കിത് നാളെ എന്താകുമെന്നോ ഉള്ള അവസ്ഥയുണ്ടല്ലോ, അതെന്താ? എന്തിനെന്നും എങ്ങോട്ടെന്നും സ്വയം ഹന്ത വിവരമില്ലാതെ. അതിനെപ്പറ്റി നമുക്ക് ആ ഒരു വിവരവും ഇല്ല. എന്താണ് നാളെ അടുത്ത, വാട്ട് ഈസ് നെക്സ്റ്റ്, അടുത്ത എന്താണ് എന്നുള്ള ഒരു നമുക്കില്ല. നമുക്കൊന്നും അതിനെപ്പറ്റി ഒന്നും അറിയാനും വയ്യ. അപ്പോഴങ്ങനെയുള്ള ആ ഒരു അവസ്ഥയില് ആ അന്ധകാര പ്രാന്തരത്തിൽ കഷ്ടം, ആ ഇരുട്ട് പിടിച്ച പ്രാന്തരം എന്താണോ? പ്രാന്തരം നീണ്ട വഴി എന്നാണ് കേട്ടോ. പ്രാന്തരം നീണ്ട വഴി. പ്രാന്തരം എന്ന് പറയുന്നത് നീണ്ട വഴിയാണ്, അന്ധകാര പ്രാന്തരം.
അന്ധകാരം, ഇരുട്ട് പിടിച്ച നീണ്ട വഴി. എന്താണ് ആ ഇരുട്ട് പിടിച്ച നീണ്ട വഴി? നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജന്മമാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറയുന്നത്? എന്തിനെന്നും എങ്ങോട്ടെന്നും സ്വയം അന്ധ, വിവരമില്ലാതെ അന്ധകാര പ്രാന്തരത്തിൽ കഷ്ടം. നമ്മൾക്ക് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നാളെ എന്തായിത്തീരും, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നും ഒന്നും സ്വയം ചിന്തിക്കാതെ, അതിനെ പറ്റിയുള്ള വിവരം എന്താണെന്ന് നമുക്കില്ലാതെ, നമുക്ക് എന്താണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം അറിയാമോ? ഇല്ല, നമുക്കറിയില്ല. അത് എന്താണെന്ന് പോലും അറിയാതെ എന്താണ് നമ്മൾ ആ അന്ധകാരം, ഇരുട്ട്. അന്ധകാരം എന്ന് വെച്ചാൽ എന്താണ്? അന്ധകാരം എഴുതിയില്ലല്ലോ മക്കളെ. അന്ധകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ട്. അന്ധകാരം എന്ന് വെച്ചാൽ ഇരുട്ടാണ്. ഇരുട്ട് നമ്മുടെ ജീവിതം തന്നെ ഏകദേശം ഒരു ഇരുട്ടിൽ കൂടെ അല്ലല്ലോ കഴിഞ്ഞു പോകുന്നത്. എന്താണ് ഇരുട്ടെന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കിനി നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ആർക്കെങ്കിലും പ്രവചിക്കാൻ പറ്റുമോ? എന്താണ് അടുത്തത് എന്ത് സംഭവിക്കുന്നുള്ളത്? നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല, അല്ലേ? അങ്ങനെയുള്ള ആ ഒരു അന്ധകാര പ്രാന്തരത്തിലാണ് നമ്മൾ പോകുന്നത്. ഇരുട്ട് മൂടിയുള്ള നീണ്ട വഴികളിലൂടെയാണ് നമ്മുടെ യാത്ര. എങ്ങോട്ടുള്ള യാത്ര? നമ്മുടെ ജീവിതം അവസാനിക്കും വരെയുള്ള യാത്ര നമുക്ക് എങ്ങനെയാണ്? ആ ഒരു അന്ധകാര പ്രാന്തരത്തിലാണ്. അപ്പോഴെന്താണ്? ആ അന്ധകാര പ്രാന്തരത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്താണ്? ആ പണ്ട് മുതൽ പറ്റിയ ഒരു അബദ്ധം, ഏതോ ഒരു വിഡ്ഢിക്ക് പറ്റിയ ഒരു അബദ്ധം, അത് ആചാരമായിട്ടോ ഇല്ലെങ്കിൽ നാളത്തെ ശാസ്ത്രമതാകാനോ വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ടിറങ്ങാൻ കൊള്ളാമോ? അങ്ങനെ ചെയ്താൽ കൊള്ളാമോ? ഇല്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിനായിട്ട് രാജാവേ സമ്മതം കൊടുക്കരുത്, രാജാവ് അതിന് സമ്മതം കൊടുക്കരുത് എന്നാണ് കവി പറയുന്നത്. എന്താണ്? എന്തിനെന്നും എങ്ങോട്ടെന്നും സ്വയം അന്ധ, വിവരമില്ലാതെ അന്ധകാര പ്രാന്തരത്തിൽ കഷ്ടം. നമുക്ക് എന്താണെന്നോ നാളെ എന്ത് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഭാവി എന്താണെന്നോ നമ്മൾ എങ്ങോട്ടാണ് നടക്കുന്നതെന്നോ അറിയാൻ വയ്യാത്ത ഒരു അന്ധകാര പ്രാന്തരത്തിലാണ് നമ്മൾ നടക്കുന്നത്. അന്ധകാര പ്രാന്തരം എന്ന് വെച്ചാൽ അന്ധകാരം എന്ന് വെച്ചാൽ ഇരുട്ടാണ്. ഇരുട്ട് വീണ നീണ്ട വഴിയാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. ഇരുളടഞ്ഞു കിടക്കുന്ന നീണ്ട വഴിയാണ്. അതിലൂടെ എന്താണ്? അത് നമ്മൾ കിടന്ന് വെറുതെ ചുറ്റിത്തിരിയാനല്ലേ പറ്റുള്ളൂ. അതാണ് പറയുന്നത് കവി. ഓക്കെ, നോക്കിയ മക്കളെ ബാക്കി. അന്ധരെ അന്ധർ നയിപ്പൂ, വൃക്ഷമായും ചെടിയായും പരം പക്ഷിയായും മൃഗമായും ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞാൽ ജന്തു പക്ഷേ മനുഷ്യനായി എന്ന വർഷങ്ങൾക്ക് നോക്കിയേ. അപ്പോഴെന്താണ്? ഈ അന്ധകാര പ്രാന്തരത്തിൽ എന്താണ് നടക്കുന്നത്? ആ അന്ധകാര പ്രാന്തരത്തിൽ എങ്ങനെയാണ്? അന്ധരെ അന്ധർ നയിപ്പൂ. അന്ധർ എന്ന് പറയുന്ന ആരാണ്? കണ്ണ് കാണാൻ പറ്റാത്ത ആളുകളാണ് അന്ധന്മാർ എന്ന് പറയുന്നത്. അന്ധർ എന്ന് പറയുന്നത് നമുക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളാണ് അന്ധർ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയില്ലാത്ത ആളുകൾ, കണ്ണ് കാണാൻ പറ്റാത്ത ആളുകൾ. കാഴ്ചയില്ലാത്ത ആളുകളാണ് അന്ധർ. അന്ധരെ അന്ധർ നയിപ്പൂ. എന്താണ്? ആ ഒരു അന്ധകാര പ്രാന്തരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അന്ധരെ, എല്ലാവരും അതിനകത്ത് അന്ധന്മാരാണ്. ആർക്കും അറിയില്ല എന്താണ് അടുത്തത് എന്താണെന്ന്. ആർക്കും ഒന്നും കാണാൻ പറ്റില്ല, കണ്ണ് കാണില്ല. നാളത്തേക്കുള്ള കാഴ്ച ആർക്കെങ്കിലും ഉണ്ടോ? ഇന്നേ ഇല്ലല്ലോ. അപ്പോൾ നാളത്തേക്കുള്ള കാഴ്ച കാണാൻ ആർക്കും കണ്ണ് കാണില്ല. അപ്പോൾ ആ സമയത്ത് എന്താണ്? ആരാണ് നയിക്കുന്നത്? അന്ധന്മാരെ അന്ധര് തന്നെയാണ് നയിക്കുന്നത്. അന്ധരെ അന്ധർ നയിപ്പൂ. പിന്നെന്താണ്? വൃക്ഷമായും ചെടിയായും പരം പക്ഷിയായും മൃഗമായും ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞാൽ ജന്തു പക്ഷേ മനുഷ്യനായെന്ന. എന്നിട്ട് എന്താണ്? ഈ ഒരു നമ്മളുടെ ഈ അന്ധകാര പ്രാന്തരം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ജന്മമാണ്. അപ്പോൾ ഈ ഒരു ജന്മത്തിന്റെ കാര്യം മാത്രമല്ല കവി ഇവിടെ പറയുന്നത്. എന്താണ്? മുൻപുള്ള ജന്മങ്ങളും അതിന് ശേഷമുള്ള ജന്മങ്ങളെ പറ്റിയും കവി ഇതിൽ സൂചിപ്പിക്കുന്നു. നോക്കിക്കേ, എന്താണ്? വൃക്ഷമായും ചെടിയായും. നമ്മളൊരു പക്ഷേ ചെടിയായിട്ടോ വൃക്ഷമായിട്ടോ അതല്ല എങ്കിൽ പിന്നെന്താണ്? പക്ഷിയായിട്ടോ മൃഗമായിട്ടോ ഒക്കെ ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞാലാണ് ആ ഒരു നമ്മളുടെ മുൻ പറയത്തില്ല, നമ്മൾ മുൻജന്മം ചില
ചിലപ്പോൾ പറയുന്ന ചില സിനിമയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ, നമ്മുടെ ജന്മ സുഹൃതം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ. നമ്മൾക്ക് ഈ മനുഷ്യ ജന്മത്തിന് മുമ്പായിട്ട് വേറെയും ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. നമുക്ക് ഒരുപാട് വേറെ ജന്മങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴതെന്താണ്, അതെന്തൊക്കെയാണ്? ഒരുപക്ഷെ വൃക്ഷമായിരിക്കാം, അല്ലെങ്കിൽ ചെടിയായിരിക്കാം, ഇല്ലെങ്കിൽ എന്താണ് പക്ഷിയായിരിക്കാം, മൃഗമായിരിക്കാം, ഇല്ലെങ്കിൽ പുഴുവോ ഒച്ചോ അട്ടയോ അല്ലെ, കുതിരയോ ആനയോ, എന്ത് വേണമെങ്കിലും ഒരുപാട് കാര്യങ്ങളില്ലേ, അതിലേതെങ്കിലും ആയിരിക്കാം നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങൾ. ജന്മം എന്ന് പറഞ്ഞാൽ ജന്മങ്ങൾ അല്ലേ. നമ്മൾ ഒരുപക്ഷെ മനുഷ്യനായിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഇനിയും വീണ്ടും ഏതെങ്കിലും ജന്മങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തും അല്ലേ. അപ്പോഴെന്താണ്, നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, നമ്മളെന്താണ് വൃക്ഷമായിട്ടാണേലോ ചെടിയായിട്ടും അല്ലെങ്കിൽ എന്താണ് പക്ഷിയോ മൃഗങ്ങളോ, അങ്ങനെ ഒരുപാട് ലക്ഷം ജന്മങ്ങൾക്ക് ശേഷമാണ്, ലക്ഷം ജന്മം കഴിഞ്ഞാൽ ജന്തു പക്ഷിയെ മനുഷ്യനായെന്നാം. അതുപോലെ ഒരുപാട് ജന്മങ്ങൾ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ചിലപ്പോൾ ഒരു പക്ഷേ നികൃഷ്ടമായിട്ടുള്ള ജന്മങ്ങൾ, അതിനുശേഷം എല്ലാം വന്നിട്ട് എത്തുന്ന ഒരു ജന്മമാണ് ഏതാണ്, ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്നത് അല്ലേ. അത്രയും നല്ല ആ ഒരു മനുഷ്യ ജന്മം, അത്രയും നികൃഷ്ടമായിട്ടുള്ള ജന്മങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു അവസരമാണ് ആ ഒരു മനുഷ്യ ജന്മം കേട്ടോ. അത്ര ആ മനുഷ്യ ജന്മത്തിന് അപ്പോൾ ഒത്തിരിയും നികൃഷ്ടമായിട്ടുള്ള ഒരു വൃക്ഷമായിട്ടാണെങ്കിലും പക്ഷിയായിട്ടാണെങ്കിലും ഒരു പുഴുവായിട്ടാണെങ്കിലും ഉള്ള ജന്മങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു മനുഷ്യ ജന്മം തീർച്ചയായിട്ട് ഒരു എന്താണ് ഭാഗ്യമാണ് അല്ലേ. അതുവരെയാണ് നമ്മളിപ്പോ ഈ പഠിച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ ഇന്ന് അത്രയും ഭാഗം പഠിച്ചു നിർത്താം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. അപ്പൊ നോക്കിക്കേ മക്കളെ, ഇന്നലെ ചെയ്തൊരബദ്ധം കൂടെ ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിനുളായിക സമ്മതം രാജൻ. എന്തിനെന്നും എങ്ങോട്ടെന്നും സ്വയം അന്ധ വിവരമില്ലാതെ അന്ധകാര പ്രാന്തരത്തിൽ കഷ്ടം. അന്ധരെ അന്ധനയിപ്പൂ വൃക്ഷമായും ചെടിയായും വരം പക്ഷിയായും മൃഗമായും. ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞാൽ ജന്തു പക്ഷി മനുഷ്യനായെന്നാം. അപ്പോഴാ ലക്ഷം ജന്മങ്ങൾക്ക് ശേഷം മാത്രമാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുന്നത്. ആ ഒരു മനുഷ്യജന്മത്തിൽ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. പിന്നീട് എന്താണ് പറയുന്നത്, ഇന്നലെ ഏതോ ഒരു വിധി ചെയ്ത അബദ്ധം ഇന്നത്തെ ആചാരമായിട്ടും നാളത്തെ ശാസ്ത്രമായിട്ടും നമ്മൾ കൊണ്ട് നടക്കരുത്. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? എന്ത് സംശയമുണ്ടെങ്കിലും മാഡത്തിനെ വിളിക്കണം. എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിച്ച് നല്ല നീറ്റായിട്ട് നോട്ട്സ് എല്ലാം എഴുതിയെടുക്കണം കേട്ടോ. എഴുതിയെടുത്ത് വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. ഓരോ ദിവസമുള്ള ലെസൺസ് അന്നന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകണം കേട്ടോ. എപ്പിസോഡ് അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ.